ഇതാണ് ഇവിടുത്തെ വ്യൂ. എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അമ്പൂരിയിൽ പോണ വ്ളോഗാണ്. എല്ലാവരും ഫുള്ളൊന്ന് കാണുക. ഓക്കെ, നമ്മളിതാ അമ്പൂരിയിലോട്ട് പോവുകയാണ്. ചെറിയൊരു വീഡിയോ ഷൂട്ടാണ് പരിപാടി. അതിൻ്റെ കൂടെ ജസ്റ്റ് സൈറ്റ് സീയിങ് പോലെ എല്ലായിടും ഒന്ന് കറങ്ങിയിട്ട് വരും. കുറേ ദിവസമായി ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയിട്ട്. ഇവിടെ ഒരു വിശിഷ്ട അതിഥി ചേരുന്നു ഗൈസ്. അങ്ങനെ മഴ കാരണം നമ്മൾ ഒതുങ്ങിയിരിക്കുകയാണ് ഗൈസ്. മഴ ഉറച്ചിരിക്കുന്നു. ഇതാണ്ടാ നമ്മളെല്ലാം പെട്ട്. രക്ഷയില്ലല്ലേ. ഇവിടെയൊക്കെ വരണമെങ്കിൽ ഈ സമയമാകുമ്പോൾ വരണം. ഒരു മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന ആ സമയം. ചെറിയൊരു മഴയും കൂടെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. ഇങ്ങോട്ട് പോകും കുമ്പിച്ചൽ കടവ്. നമുക്ക് അമ്പൂരിൽ നിന്ന് കുമ്പിച്ചൽ കടവ് പോകാൻ വേണ്ടി ഇതാ റോഡ് കയറിയായിരുന്നു. ഇവിടെ കുമ്പിച്ചൽ കടവ് 750 മീറ്റർ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ. അവിടത്തേനെക്കാട്ടി പീക്കിലേക്ക് ഇവിടത്തെ വ്യൂ. മഴ പെയ്ത് ആ ഒരു കോടയൊക്കെ കയറിയിരിക്കുകയാണ്. ഇതവിടെ നിർത്തണം. അവിടെ ഒരു മലയിൽ കിടിലായിട്ട് അതാ നമ്മൾ വന്ന ടൈം കൊള്ളാം കേട്ടാ. വയ്ക്കാം. അടുത്ത് പാലത്തിന്റെ അവിടെയുള്ള മലയുടെ വ്യൂ ആണ് കേട്ടാ. ഇങ്ങനെ കുമ്പിച്ചൽ കടവ് പാലത്തിൽ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. എന്റെ ബോർഡൊക്കെ കണ്ടു തുടങ്ങി. കുറച്ച് സ്പീഡിന് ഓടാം വേണ്ട. അവിടുത്തെ വ്യൂ ഇവിടെ നിന്ന് പോകുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ ആണ് ഭംഗി. കുമ്പിച്ചൽ കടവ് ഇപ്പൊ തിരക്ക് കുറവാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല തിരക്കാണ്. അവിടുന്ന് എന്താ മല. രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ. എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞു. ഇവിടെ ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയത്ത് നല്ല വ്യൂ ആയിരിക്കും. നമ്മൾ വന്ന വഴി മറക്കരുത്. പാലത്ത് നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇപ്പം വെള്ളം കുറച്ച് കുറവാണ്. വെള്ളം കുറവല്ല, നേരത്തെ അപേക്ഷിച്ച് വെള്ളം കൂടുതലാണ്. അതുകൊണ്ട് അവിടെ കറ്റൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട് ആൾക്കാർ. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഒരു ഐലൻഡ് പോലെയാണ്. അവിടെ പാറയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അവിടെയും കുറച്ച് പാറയുടെ കൂട്ടം കാണാം. നോക്ക് ഗൈസ്, ക്ലൗഡ് ഫോഗ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പം ആൾക്കാർ എണ്ണം കൂടിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടൊരു 15-20 മിനിറ്റ് ആയിക്കണം. നമ്മളെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി. അപ്പം അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത് ഷൂട്ട് ചെയ്യണത്. ഗോവയിലെ വ്ളോഗ് കുറേ കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പണി വരുന്നത്. അവർ വീണ്ടും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. തുറിച്ച് നോക്കുകയാണ്. വേണ്ട വേറൊരുത്തെ. ഇനി അപ്പർ സൈഡുള്ള വ്യൂ കൂടെ ഞാൻ കാണിച്ചു തരാം. നല്ല കാറ്റുണ്ട് ഇപ്പം. ഇവിടെ ഒരു കുരിശടിയുണ്ട്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ കുരിശടിയും ഇവിടെ കുറച്ച് ക്ലിപ്പൊക്കെ വെച്ച്. അത് പിന്നെ ഒരു മഴക്കോള് കാണുന്നുണ്ട്. കാറ്റടിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇവിടെ തിര വരും പോലെ തോന്നുന്നുണ്ട്. ഒക്കെയാണ് ഇവിടെയുള്ള വ്യൂ വരുന്നത്. മറു സൈഡ് നോക്കുകയാണെങ്കിൽ വണ്ടികളൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറച്ച് ലൈറ്റായിട്ട് വെയിലൊക്കെ വന്നു തുടങ്ങി. ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്ന് ജസ്റ്റ് വൈബൊക്കെ അടിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. വരുമ്പോൾ എന്തിനാന്നാലും ചെറുതായിട്ട് മഴയൊക്കെ ഉള്ള സമയത്ത് വന്നാൽ കുറച്ചുകൂടെ നല്ല വ്യൂ ആയിരിക്കും. എങ്കിലും ഇവിടെയുള്ള തിരക്കിനൊന്നും ഒരു കുറവും കാണില്ല. മെയിനായിട്ട് ഒരു സൺഡേ ഈവനിങ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ക്രൗഡും കാണും. ഫുള്ളൊന്ന് എൻജോയ് ചെയ്യും. സൺഡേ വൈകിട്ടാണ്, ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ ആള് കൂടുതലുള്ളത്. ഇന്നിപ്പോൾ സൺഡേ ആണ്. പള്ളിയിൻ്റെ ഒക്കെ പോയിട്ട് നേരെ കട്ടടിച്ച് വന്നതാണ് തോന്നുന്നത്. വെള്ളം ഇട്ടുകൊണ്ടൊക്കെയാണ് നിൽക്കുന്നത്. ഗൈസ്, അങ്ങനെ നീണ്ട 1 മണിക്കൂർ ഷൂട്ടിന് ശേഷം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്.
ഇനി നമുക്ക് അപ്പുറത്ത് ഇപ്പോൾ വേനൽക്കാലത്ത് വൈറലായ സ്ഥലത്തോട്ട് പോവാം. വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കാഴ്ചകളൊന്നും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം. എന്താ ഇതുവരെ വന്നല്ലേ. അടുത്തതാ വൈറലായ സ്പോട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നേരത്തെ കണ്ട ആ മല തന്നെ, എങ്കിലും ഇവിടെ താഴെ എത്തുമ്പോൾ ഒരു സിനിമാറ്റിക് എഫക്റ്റ് ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കി, ആ മല ചെറുതാകും പോലെ തോന്നും. അടുത്തോട്ട് പോകുമ്പോ ആ മല ഇങ്ങനെ താന്ന് ചെറുതായിട്ട് പോകും പോലെ തോന്നും. കാരണം വഴിക്ക് ഫുള്ള് തിരക്കാണ്. കാറൊക്കെ കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇത് പോയിട്ട്. ഇതിന്റെ മുകളിലും കുറച്ച് കാറുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ദൂരെ എന്നുള്ള വ്യൂ ആണ്. നമ്മൾ ഏകദേശം പാലത്തിന്റെ ഇവിടെ എത്താറായിട്ടുണ്ട്. പാലത്തിലുണ്ട് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ. ഇന്നലത്തെ ഒന്നും വെള്ളം കയറിയിട്ടുണ്ട് കേസ്. ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന നേരെ പോകാം, അപ്പുറത്ത് പോയിട്ട് വരാം. വെള്ളം ഇല്ലാത്തത് കാണാൻ വേണ്ടി വന്നവരെല്ലാം തേഞ്ഞിട്ടുണ്ട്. ഇതാണ് പാലത്തിൽ നിന്നുള്ള വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇപ്പം ഇടത്തോട്ട് ഈ അടുത്ത് നല്ലൊരു സ്പോട്ടുണ്ട്, കുളിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ട്. നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു, ജസ്റ്റ് ചെറുതായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പം നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സ്പോട്ട് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ആ മുകളിലോട്ടുള്ള വഴിയെ കയറിപ്പോയാൽ നമുക്ക് ആ കുളിക്കുന്ന സ്ഥലത്തോട്ട് എത്താം. അവിടുത്തെ വ്യൂ നോക്കുകയും ഇപ്പൊ വെള്ളം വന്നപ്പോ ഇവിടെ കുറച്ചുകൂടെ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യണല്ലേടാ. അതുകൊണ്ടൊരു ചെറുക്ക് എന്തോ കണ്ടിരിക്കുകയാണ്. മീൻ പിടിക്കാൻ ഇറങ്ങിയാണോ? അല്ല, മീനൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ തോന്നുന്നു. ഇന്നലെ ഞാൻ വന്നപ്പോഴും ഇവിടെ വല വിരിക്കാൻ കുറച്ച് പേരുണ്ടായിരുന്നു. വല വിരിക്കാനായിട്ട് കുറച്ച് പേരൊക്കെ നോക്കാം. ഇവിടെ പാറകളൊക്കെ പാലത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം. ഇതല്ല, ഇതിന്റെ വലിയ വെള്ളച്ചാട്ടം അങ്ങ് മുകളിലുണ്ട്. നമുക്ക് ഇതിലേക്ക് കയറി പോകണം. കോൺക്രീറ്റ് റോഡ് ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകണം. കുറച്ച് അഡ്വഞ്ചറാണ്. അതെ, അത്ര അഡ്വഞ്ചറൊന്നും അല്ല, ജസ്റ്റ് ഒരു നോർമൽ വഴി പറയാം. അങ്ങനെ ഇതിൽ പോണ വഴിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു വീട് കണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ചെറുതായിട്ട് വെള്ളച്ചാട്ടം, വെള്ളമൊക്കെ ചാടി മറിഞ്ഞ് വരികയാണ്. ഇനി അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മളിതാ വീണ്ടും അങ്ങോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഫോണിൻ്റെ സ്റ്റോറേജ് എനിക്ക് കൂടെ ഫുള്ളായി. അതിനെല്ലാം ക്ലീനപ്പ് ആക്കിയിട്ടാണ് വീണ്ടും പോകുന്നത്. ഇതുമാതിരി ഉറവുണ്ട് അങ്ങ് പോയായിരുന്നു. അവിടെ ഫുള്ള് തിരക്കെന്നാണ് പറയണേ. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമ്മളിനി വനത്തിൻ്റെ അകത്താണ് പോകുന്നത് ഗൈസ്. എല്ലാവർക്കും പോവാം. എല്ലാവരും വനത്തിനകത്തോട്ട് കയറാൻ റെഡി ആയിട്ടിരുന്നു. ഇവിടെ നല്ല തിരക്കുണ്ട്, ചുമ്മാ എല്ലാം പറഞ്ഞു. നമ്മളെന്താ ഇതുവരെ വന്നിട്ട് വീഡിയോ എടുക്കാതെ പോകണം, ശരിയല്ലോ. അങ്ങനെയാണോ? അങ്ങനെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ റെഡി ആയിട്ടുണ്ട്. റൂട്ടുകൊണ്ടാണ് ഇറങ്ങണം അല്ലേ. എന്തായാലും നനയ്ക്കാൻ പോവുകയാണ്. എന്തായാലും ഇവിടെ വന്ന് നമ്മൾ കണ്ടിട്ടുള്ള തന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിരിക്കുന്നത് മോശമല്ലേ. ഇവിടെ ചെളിയൊക്കെ ഉണ്ട്, നോക്കിയൊക്കെ വേണം വരാൻ. നമുക്ക് വീണ്ടും ഇവിടെ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടുത്തെ വെള്ളത്തിൽ ഇനി വേണ്ടൊക്കെ പറ്റുന്നു. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ അല്ലെങ്കിൽ മഴ വേഗി ആയതിൻ്റെ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ പാൻറ് ഊരിയിട്ട് ഇറങ്ങേണ്ടി വന്നു. ഇതാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ വരുന്നത്. ആൾക്കിൻ്റെ കാര്യം തിരക്ക് നോക്കുക. ഇതാണ് ഇവിടുത്തെ വ്യൂ വരുന്നത്. എങ്ങനെയുണ്ട്? ഇനി ഇതിൻ്റെ മുകളിൽ വരില്ലായിരുന്നു. മുകളിൽ പോകാൻ പറ്റുമെന്നാണ്. സർക്കലാണ്, കുറച്ച് ടാസ്ക് ചെയ്യാണ്.
ഇന്നായപ്പോൾ നല്ല തിരക്കുമുണ്ട്. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഈ കൈ കയറിയില്ല. വെള്ളം ബാറ്റ് നനയ്ക്കാതെ കൊണ്ടുവന്നാണ് ഇപ്പോൾ നനഞ്ഞിരിക്കാതെ. നീ ബാഗ് ആയിരുന്നിട്ട് പൊക്കി വയ്ക്കാതൊന്ന്. പിന്നെ ഇവിടെ വരണവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. എനിക്ക് ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ കല്ല് വരണ്ട ചറുക്കി പുറം തല വന്ന് ഇടിച്ചങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങ് മുകളിലെ കാളുണ്ട്. മാക്സിമം അങ്ങ് മുകളിൽ കയറാതെ കുളിച്ചിട്ട് സേഫായിട്ട് പോകാൻ നോക്കുക. നമ്മളിത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുളിക്കാനാണെങ്കിൽ അവിടെ കുറേ സ്പോട്ടുകളുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് റിസ്ക് എടുക്കണമെങ്കിൽ നമ്മളിത് വീഡിയോ എടുത്തിട്ട് ഇതാ ഇറങ്ങുകയാണ്. ഞാനങ്ങനെ എൻ്റെ പ്യൂമയെ നനച്ചിട്ടുണ്ട്. ഞാൻ നനയ്ക്കാതെ നല്ല സുരക്ഷിതമായിട്ട് കൊണ്ടുനടന്ന ഷൂ ആയിരുന്നു. വീണ്ടും കല്ലുകളിലൂടെയുള്ള പ്രയാണം. രാഹുലിന് എന്തിനാ പറയണോ? പറയടാ. ഒന്നും പറയില്ല. നമ്മൾ 101 പ്രാവശ്യമാണ് ഇവിടെ പറയുന്നത്. പ്രകൃതി കണ്ടിട്ട് മടുക്കണില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കണ്ടിട്ട് പോവുക മാക്സിമം. നിങ്ങൾക്ക് വീട്ടിൽ പിന്നെ ലാസ്റ്റ് ചിന്തിക്കേണ്ടി വരും ഇതൊന്നും കാണാതെ പോയിക്കണം. പിന്നെ ഇവിടെ ചെളിയൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് നടന്നു വരാളേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ വെള്ളച്ചാട്ടത്തിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അടുത്തിന് വീണ്ടും പാലത്തിലോട്ടാണ്. പാലം കടന്നാലേ അപ്പുറത്ത് നമുക്ക് നോക്കൂ നീന്തൽ പരിശീലനം. കേസ് ഇവിടെ വെള്ളം കയറിയിട്ട് തിരക്കിനൊരു കുറവില്ല. നല്ല ആളുണ്ടെന്ന്. മിക്കവാറും അടുത്ത ആഴ്ച തൊട്ട് തിരക്ക് കുറവായിരിക്കും എന്നാണ് തോന്നുന്നത്. അറിയില്ല. ഈ വ്യൂ ഒക്കെ നമ്മളെങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. ജൂണായി, അതുകൊണ്ട് മഴക്കാലമാണ് ഇനി അങ്ങോട്ട് വെള്ളം കുറയുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. കേസ് ഇവിടെ പിള്ളേരെല്ലാം ഇവിടുത്തെ പിള്ളേർ ബോളൊക്കെ ഇറങ്ങിയൊക്കെയാണ്. കുറച്ചേരത്തേക്ക് തടിയില്ലാതെ ഇരുന്നുള്ള വ്യത്യാസ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഡ്രൈവൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഇവിടെയാണ് ക്രിക്കറ്റ് കളിച്ച് ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ കേസ് ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ആരും അതിന് പ്രതീക്ഷിച്ച് നിൽക്കണ്ട. ഇവിടെ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. നല്ല വൈബാണ് ഇപ്പോഴും. കുറച്ചുകൂടെ വെള്ളം കയറുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. ഇവിടെ തിരക്ക് കൂടി വരികയാണ്. ഇവിടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. രക്ഷയില്ലാത്ത തിരക്കാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ നമ്മൾ അമ്പൂരിയിൽ നിന്ന് ഇറങ്ങിയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി ഇരിക്കുക. ഇതേപോലത്തെ കിടിലൻ വ്ളോഗ്സ് ഇനി വരുന്നതായിരിക്കും.